കർത്താവേ മിന്നിച്ചേക്കണേ. നശിപ്പിച്ച്. എടി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ പുറകെ നിന്ന് വിളിക്കരുതെന്ന്. അതിന് നിങ്ങൾ പുറത്തോട്ടൊന്നും പോയില്ലല്ലോ. ഞാനവിടെ പോയിട്ടില്ല. പക്ഷെ ഞാനെന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കണേ? എന്ത് ചെയ്തോണ്ടിരിക്കണ്? കണ്ടില്ലേ, ദോശ ചൂടേന്. എന്തൊക്കെ എണീക്കണേ? അല്ല, ആ ദോശ കണ്ടിട്ട് ചിരിച്ചു പോയതാ. ഈ ദോശ കണ്ടിട്ട് എനിക്ക് ചിരിയൊന്നും വന്നില്ല. അതങ്ങനെയാ, സ്വന്തം സൃഷ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ചിരിയൊന്നും വരില്ല, കരച്ചിലേ വരുള്ളൂ. അത് പിന്നെ ഞാൻ മര്യാദയ്ക്ക് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നതാ. അപ്പോഴാണ് നീ എന്നെ പുറകിൽ നിന്ന് വിളിച്ച് എൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞത്. എന്തിനാ ഇപ്പോൾ വന്നേ? അല്ല, എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കാമായിരുന്നു. എന്ത്? അല്ല, മാറിപ്പോയി. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാമായിരുന്നു. അവിടെ എളുപ്പമുണ്ട്. എന്ത് കണ്ടന്റാ? കണ്ടന്റ് അല്ല, തേങ്ങ. അതെടുത്ത് പൊതിച്ച് ചിരകി ഒരു ചമ്മന്തി ഉണ്ടാക്കുക. ദോശ അത്രയ്ക്ക് മോശമൊന്നുമല്ല കേട്ടാ, അത്യാവശ്യം ഷേപ്പൊക്കെ ഉണ്ട്. ഷേപ്പ് ഉണ്ടല്ലേ? വിഷയം മാറ്റാൻ നോക്കണ്ട, പോയി ചമ്മന്തി ഉണ്ടാക്കുക. വിഷയം മാറ്റിയതല്ലേ ഏട്ടാ, നന്നായിട്ടുണ്ട്. ഏത് പൊടിയാ? പൊടിയാ? അത് പ്രാചീൻ നല്ല പൊടിയാ. ഇനി ആ കവറൊന്ന് തിരിച്ചേ. തിരിക്കാനാ? ഫോർച്യൂൺ നല്ല പൊടിയാ. ജോസപ്പേ, കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയില്ല. അത് പിന്നെ ഇത് പെട്ടെന്ന് വായിച്ചപ്പോൾ ഫോർച്യൂൺ. ഏതായാലും ഇന്നത്തേക്കൊരു കണ്ടന്റായി. ഹിന്ദി അറിയാത്ത ഇംഗ്ലീഷുകാരൻ എന്ന് ടൈറ്റിലും കൊടുക്കാം. പിന്നെ ആ ചമ്മന്തിയും കൂടി ഒന്ന് ഉണ്ടാക്കിയേക്കണേ. ആ ദോശയും കൂടി ഒന്ന് തിരിച്ചിട്ടേ കിട്ടാ. അല്ല, ഇതിപ്പോ തിരിച്ചിടാൻ